നിലമ്പൂരുകാർ നിർണായകമായ രീതിയിൽ തന്നെ അവരുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുകയും അവരുടെ പുതിയ ജനപ്രതിനിധിയായി ആര്യാടൻ ഷൗക്കത്തിനെ തെരഞ്ഞെടുത്തിരിക്കുകയുമാണല്ലോ. എന്നാൽ കേവലം 36 മണിക്കൂറുകൾ കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസിനും ബിഗ് ബ്രേക്കിങ്ങിനും പുറകെ പോകുന്ന മലയാളികൾക്ക് ഇന്ന് അതൊരു പഴങ്കഥയാണ്. നിലമ്പൂരുകാർ തങ്ങളുടെ ഇഷ്ട സ്ഥാനാർത്ഥിക്ക് 11,077 വോട്ടിന്റെ ഭൂരിപക്ഷം നൽകി ഐക്യജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചത് വഴി അവർ തൊടുത്തുവിട്ടത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രകമ്പനമാണ്. ഇത് അടുത്ത കാലത്തൊന്നും കെട്ടടങ്ങാനും സാധ്യതയില്ല. ഷൗക്കത്തിന്റെ വിജയം എന്തുകൊണ്ടും നമ്മുടെ ടെലിവിഷൻ മാധ്യമ രംഗത്ത് സ്വയം അവരോധിക്കപ്പെട്ട രാഷ്ട്രീയ വിദഗ്ധർക്ക് പിടിച്ചിട്ടില്ല. ഇന്നലെ പകൽ മുഴുവൻ UDF വിജയവും അത് പിണറായി വിജയൻ സർക്കാരിനുണ്ടായേക്കാവുന്ന പ്രതിസന്ധികളെയും തുറന്നു കാട്ടുന്നതിന് പകരം PV അൻവർ പിടിച്ച 19,000 ചില്ലാനം വോട്ടുകളാണ് അവരുടെ ചർച്ചാ കേന്ദ്രം. അന്തിമയങ്ങുമ്പോൾ ഇക്കൂട്ടർ വീണ്ടും കേരളീയരെ ഞെട്ടിച്ചു. നിലമ്പൂരിലെ തോൽവി ഒരു വിധത്തിലും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം അല്ലെന്നും പിണറായിയുടെ നേതൃത്വത്തിൽ ഉള്ള LDF സർക്കാർ അടുത്ത കൊല്ലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും ഭരണം പിടിച്ചെടുക്കുമെന്നും എന്നുള്ള അവരുടെ വാദം നമ്മുടെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. തോൽവിക്ക് തൊട്ടു പിന്നാലെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലും മസിൽ പിടുത്തത്തോടു കൂടി അദ്ദേഹം പറഞ്ഞത് പാർട്ടി നിലമ്പൂരിലേറ്റ തിരിച്ചടിയെ വിശദമായി പരിശോധിക്കും എന്നാണ്. പഴയകാല CPM സംസ്ഥാന സെക്രട്ടറിമാരെ പോലെ പാവം മാഷിനും യാതൊരു അധികാരവുമില്ല. കുറച്ചൊക്കെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പ്രസംഗിച്ച് നടക്കാം എന്നല്ലാതെ കേരളത്തിലിരിക്കുന്ന സർക്കാരിന് നേർവഴി നടത്താനുള്ള പ്രാപ്തിയില്ല. അതുകൊണ്ട് തന്നെ കേരളം ഇന്നലെ കാത്തിരുന്നത് പിണറായി വിജയന്റെ പ്രതികരണമായിരുന്നു. അതൊട്ട് ഉണ്ടായതുമില്ല. ഇനി എന്നെങ്കിലും ഒരു ദിവസം സന്ധ്യാസമയത്ത് വിളിച്ചു കൂട്ടുന്ന പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദിക്കുന്ന പത്രക്കാർക്കെതിരെ ചാടി വീഴുന്നതും അവരെ കടിച്ചു കീറാൻ ചെല്ലുന്നതും നമുക്ക് കാണാം. സംഗതി ഇങ്ങനെയിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അത് കേരള രാഷ്ട്രീയ സീമയിൽ ഉണ്ടാക്കാവുന്ന ചലനങ്ങളും നമുക്ക് അവഗണിക്കാൻ സാധിക്കില്ല. 4 മാസത്തിനകത്ത് സംസ്ഥാനമൊട്ടാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാൽ മറ്റൊരു 4 മാസത്തിനകത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കും. ഇത് കേരളത്തിലെ പ്രബലമായ ഇരു മുന്നണികൾക്കും കടുത്ത ഒരു വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബാക്കി പത്രം പരിശോധിക്കാൻ ഗ്രൗണ്ട് സീറോയെ പ്രേരിപ്പിക്കുന്നത്. നിലമ്പൂരിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള കാറ്റ് ഉണ്ടാക്കിക്കൊടുത്തത് വനമന്ത്രി AK ശശീന്ദ്രന്റെ വാക്കുകളായിരുന്നു. ഇതോടൊപ്പം തന്നെ അവർക്കുണ്ടായ മറ്റൊരു അനുകൂല ഘടകം നാഷണൽ ഹൈവേ 66ലെ ചില പ്രദേശങ്ങളിലുണ്ടായ തകർച്ചയാണ്. മൂന്നാമത് തങ്ങളെ കഴിഞ്ഞ 6 മാസമായി അവഗണിക്കുന്ന സർക്കാരിനെ വീറും വാശിയോടും കൂടി തോൽപ്പിക്കാൻ വീട് വീടാന്തരം കയറിയിറങ്ങിയ ആശാപ്രവർത്തകരാണ്. മറ്റേതൊരു സർക്കാർ ആയിരുന്നെങ്കിലും AK ശശീന്ദ്രൻ, വീണ ജോർജ്, KN ബാലഗോപാൽ എന്നിവരുടെ മന്ത്രിസ്ഥാനം ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടേനെ, ഒപ്പം മുഹമ്മദ് റിയാസിന്റെയും. എന്നാൽ കടുത്ത ഏകാധിപത്യത്തിന്റെ മുതൽക്കൂട്ടായിട്ടുള്ള പിണറായി വിജയനിൽ നിന്ന് നമ്മൾ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹം ഇന്നൊരു മായാലോകത്താണ് ജീവിക്കുന്നത്. വാഴ്ത്തുപാട്ടുകാരുടെയും സ്തുതിപാഠകരുടെയും ഗാനങ്ങളിൽ ആനന്ദം കൊണ്ട് താൻ എന്തോ ഒരു സംഭവമാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയിലാണ്. ഒരു നല്ല ഭരണകർത്താവായിരുന്നുവെങ്കിൽ ഇതിനോടകം മനുഷ്യർ നേരിടുന്ന വന്യജീവി ആക്രമണത്തിൽ നിന്നും കേരളീയർക്ക് അല്പസ്വല്പം ആശ്വാസമെങ്കിലും നൽകാനായി പ്രയത്നിച്ചേനെ. അതുപോലെ തന്നെ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുത്തേനെ. വിവിധ ക്ഷേമ പെൻഷൻകാർക്കും കൃത്യതയോടുകൂടി അവർക്ക് അർഹമായ കാശ് എത്തിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചേനെ. എന്തിന് കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്ന് തങ്ങളുടെ റാങ്ക് ലിസ്റ്റ് 3 മാസത്തേക്ക് കൂടി നീട്ടി നൽകണം എന്നുള്ള വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ രോദനമെങ്കിലും കേട്ടേനെ. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുന്ന പിണറായിയും കൂട്ടരും തങ്ങളെ ഭരണത്തിലെത്തിച്ച ജനങ്ങളോട് അല്പമെങ്കിലും വിധേയത്വം ഉണ്ടായിരുന്നുവെങ്കിൽ നവകേരള സദസ്സ്, വാർഷികാഘോഷങ്ങൾ എന്നിങ്ങനെയുള്ള ചിലവുകൾ വെട്ടിച്ചുരുക്കിയേനെ. ഇതൊന്നും ചെയ്യാതെ ജനത്തിന്റെ മുന്നിൽ വീണ്ടും വോട്ടിനായി ചെല്ലുമ്പോൾ പിണറായി വിജയൻ എന്ന തലമുതിർന്ന രാഷ്ട്രീയക്കാരനെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരുന്നു. PR ഏജൻസികൾ സൃഷ്ടിക്കുന്ന മൂടുപടത്തിനും അപ്പുറം ദൈനംദിന ജീവിതം തള്ളി നീക്കാൻ ദിനം പ്രതി കഷ്ടപ്പെടുന്ന ജനങ്ങൾ വേറെയുണ്ടെന്ന്.
ഉഡായ്പ വർത്തമാനം കൊണ്ടും നടക്കാത്ത പദ്ധതികളെക്കുറിച്ച് ഗീർവാണ പ്രസംഗം ചെയ്തും കാര്യമില്ലെന്നും അവർ തങ്ങളെ ആട്ടിപ്പായിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞെന്നും മനസ്സിലാക്കേണ്ടിയിരുന്നു. അതുപോലെ തന്നെ UDFന്റെ നിലമ്പൂർ വിജയം വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രതിഫലനമാണെന്നും CPMഉം LDFും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ മുതിരരുതെന്നും ആ വക ക്യാപ്സ്യൂളുകളൊന്നും 2 വട്ടം തുടർച്ചയായി ഭരണത്തിലേറ്റിയ ജനങ്ങൾ യാതൊരു വിലയും കൊടുക്കാൻ സാധ്യതയില്ലെന്നും മനസ്സിലാക്കണം. തങ്ങളുടെ നിലനിൽപ്പ് ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ ആണ്ടുകിടക്കുമ്പോൾ ഒരു ശൈലി മാറ്റത്തിന് പിണറായി വിജയനും കൂട്ടരും തയ്യാറാകുമോ എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്നത്. നടന്ന വഴിയേ പോകുള്ളൂ എന്ന വാശി വീണ്ടും കാണിച്ചാൽ വരുന്ന 2 തെരഞ്ഞെടുപ്പുകളിലും തിക്തമായ അനുഭവമായിരിക്കും ഇടതുപക്ഷ മുന്നണി നേരിടേണ്ടി വരിക. മറുവശത്ത് UDF അവിടെ ഒറ്റക്കെട്ടായി ഏക മനസ്സോടെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇതിൽ നിന്നുള്ള വ്യതിചലനം അവർ ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ള ജനപിന്തുണ നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതിയാകുമെന്ന് ഇക്കൂട്ടരും ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടും ജനജീവിതത്തിന് നിർണായകമായിട്ടുള്ള 8 മാസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.